ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കിഡ്ലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ ചിക്കൻ ഫ്രൈ അല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അഫ്ഗാനി ചിക്കൻ ഫ്രൈ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയില എടുക്കുമ്പോൾ മല്ലിയില എടുത്തതിനേക്കാളും കുറവ് എടുത്താൽ മതി. പുതിനയില ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പുതിനയുടെ ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് കുറച്ച് എടുക്കുക. പിന്നെ അതിന് കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അധികം പുളിയൊന്നുമില്ലാത്ത തൈര് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ ഓരോ ചിക്കൻ പീസസിനും 2 സ്ലിറ്റ്, അതായത് 2 കീറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഒരു മസാല പെട്ടെന്ന് തന്നെ ഇതിൽ പിടിച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തൈര്, പുതിന, മല്ലിയില ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കസൂരിമെത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 45 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും തീ നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം തൈര് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറിപ്പോവും. തൈര് ചേർത്തുകൊണ്ട് തന്നെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് ഒരേ രീതിയിൽ തന്നെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് കളർ ഉണ്ടാവുക ഒരു ഗ്രീനിഷ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ കളർ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കൻ ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്, അഫ്ഗാനി ചിക്കൻ ഫ്രൈക്ക്. ഇതിൽ ആ ഒരു മസാല ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഗിവ് അവേ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന് കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് കർഫ്യൂ അതുപോലെ തന്നെ ലോക്ക്ഡൗണൊക്കെ എല്ലായിടത്തും ആയതുകൊണ്ട് പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്ത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഗിവ് അവേ വേണോ വേണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗിവ് അവേ വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം.